നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്ര പഞ്ചായത്ത് വികസന സദസ്സ് പൊങ്ങണംകാട് സെന്റ് മേരീസ് ഗോൾഡൻ ജൂബിലി ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനാണെന്ന് BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ദീപാവലി ദിനത്തിൽ മഴവെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകാൻ മുക്കാട്ടുകരയിലെ കർഷകർ രംഗത്തിറങ്ങി. നെട്ടിശ്ശേരി ഗ്രീൻ പാർക്ക് റോഡിലെ ടൈൽ വിരിച്ചതിന്റെയും അലയൻസ് സ്ട്രീറ്റിൽ BMBC ചെയ്യുന്നതിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാടക്കത്ര പഞ്ചായത്ത് വികസന സദസ്സ് പൊങ്ങണംകാട് സെന്റ് മേരീസ് ഗോൾഡൻ ജൂബിലി ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MM അവറാച്ചൻ, TV ഗോപിഹാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ചന്ദ്രൻ, സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മികച്ച ആശാ വർക്കർ, ഹരിതകർമ്മ സേനാംഗം, തൊഴിലുറപ്പ് മേറ്റ്, അങ്കണവാടി ടീച്ചർ, ഹെൽപ്പർ, CDS, ADS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച 14 ഘടക സ്ഥാപനങ്ങളെ മെമന്റോ നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര സ്വാഗതവും KP പ്രശാന്ത് നന്ദിയും അറിയിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖയാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തത്. അവരുടെ പ്രവർത്തനങ്ങൾ JLG ഓക്സിലറി ഗ്രൂപ്പ് മികച്ച ആശാവർക്കർക്കുള്ള അവാർഡാണ് ഇപ്പോൾ നൽകിയത്. അടുത്തത് മികച്ച ഹരിതകർമ്മ, മികച്ച തൊഴിലുറപ്പ് മേറ്റ് മറിയാമ്മ രാജു, KK, മികച്ച അംഗൻവാടി ഹെൽപ്പർ സുജാത PP. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിനാണ് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മേഖലയിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കുകൂട്ടണം എന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നമസ്കാരം. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നിങ്ങളോട് എല്ലാവരോടും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സമ്മതിക്കാനുമാണ് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടക്കുന്ന ഈ വികസന സദസ്സുകൾ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വികസന നേട്ടങ്ങളെക്കുറിച്ച് ഞാനൊന്ന് മനസ്സിലോർക്കുകയാണ്. ഇവിടെ വന്ന് ബന്ധപ്പെട്ടവരുമൊക്കെയായി സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് 2021 മെയ് 20-ാം തീയതി സായാഹ്നത്തിൽ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ കൊല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സായാഹ്നം. മുഖംമൂടികളും അഥവാ മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവുമായി കോവിഡ് എന്ന മഹാവ്യാധിയെ നേരിട്ട മലയാളിയുടെ അനുഭവങ്ങളുടെ മുമ്പിൽ അതേ രൂപത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ഞാനിപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ ഈ നിയമസഭയിലെ മന്ത്രിസഭയിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും ആദ്യമായി മന്ത്രിമാരായി വന്നവരാണ്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അവിടെ അവതരിപ്പിക്കുന്ന ഓരോ അജണ്ടയോടും എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ പ്രതികരണങ്ങളെന്ന് സാധാരണ നിലയിലുള്ള സംശയങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് മെയ് 20-ാം തീയതി നടന്ന ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കാളിയായി. ആ ക്യാബിനറ്റ് യോഗത്തിൽ പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദീർഘങ്ങളായിട്ടുള്ള അജണ്ടകൾ അവതരിപ്പിക്കാതെ
കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷൻ അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രമാണ്. ആ അജണ്ട കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന അജണ്ടയാണ്. മണ്ണുത്തി ബൈപ്പാസ് സർവീസ് റോഡിൽ വടക്ക് വശത്ത് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും MCFന്റെയും സമർപ്പണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 40 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടത്തിലെ ടോയ്ലറ്റ് ബ്ലോക്ക് മണ്ണുത്തിയിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിറങ്ങുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് അനുഗ്രഹമാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുമെന്ന് മേയർ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ഈ ടോയ്ലറ്റ് ബ്ലോക്ക് നമുക്കറിയാം, മണ്ണുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നത് നമുക്കറിയാം. ഉദ്യോഗത്തിനും വിദ്യാർത്ഥികളൊക്കെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വാഹനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് നാളെയും ജനങ്ങളുള്ള പ്രദേശത്ത് നാളിതുവരെയായി ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. വളരെ കാലമായി 25 വർഷക്കാലമായി ഞാനിവിടെ ഈ ഒരു ടോയ്ലറ്റ് വരുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ കോർപ്പറേഷനിൽ സ്ഥലം കിട്ടുന്നില്ല. ഇതിന് പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഹൈവേ വരെ. എന്നാൽ നമ്മുടെ ഈ പ്രദേശം ഒരു വലിയ കുളമായിരുന്നു മാറി. അതിലെ അന്ത്യകാലത്ത് തന്നെ അപകടത്തിലേക്ക് ഉണ്ടാക്കി 3-4 പേർ മരണപ്പെട്ടതിന്റെ ഭാഗമായി ഇത് മണ്ണിട്ട് നികത്തുകയും ഇതിനെ നമ്മൾ ഇന്ന് ഒരു ടോയ്ലറ്റ് അതുപോലെ തന്നെ MCFുമായി നമുക്ക് മാറ്റാൻ സാധിച്ചു. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ നേരിട്ടല്ല, രാത്രി സമയങ്ങളിൽ ഒരു അച്ഛനും മകളും കൂടി ഇവിടെ വണ്ടി വന്നിറങ്ങി അവർക്ക് ടോയ്ലറ്റിൽ പോകും. ആ മകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ഇറങ്ങി പുലർച്ചെ വണ്ടി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വയറിന് അസുഖം. ഞാനാണെങ്കിൽ ഒന്ന് സ്വിമ്മിങ് നടത്തുന്ന പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടി മാത്രം ആ പച്ചനെ കൂടി കാത്തു നിൽക്കുക. ഒരു ചെറിയ ടോയ്ലറ്റ് സംവിധാനം വന്നതിന് വേണ്ടി ഒരു ഉദ്ഘാടനം വേണം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും തോന്നില്ല. പക്ഷേ നമ്മുടെ മണ്ണുത്തി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ധാരാളമായി യാത്രക്കാരുള്ള ഒരു പ്രദേശം. സാധാരണ നിലയിലേക്കാൾ കൂടുതൽ ബാംഗ്ലൂർ വണ്ടികൾ സർവീസ് നടത്തുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പോകാനും തിരിച്ചു വരാനുണ്ടാകും. ഇപ്പോഴേ അല്ലെങ്കിൽ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന അന്യ സംസ്ഥാന വാഹനങ്ങളൊന്നും നഗരത്തിൽ പ്രവേശിക്കാതെ നേരത്തെ മണ്ണുത്തി ബൈപ്പാസിലൂടെ പോകുന്ന ഒരു കാലം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ഒരു ടോയ്ലറ്റ് നിർമ്മാണം. അതിപ്പോൾ കോർപ്പറേഷൻ നിർമ്മിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാലിന്യമുക്ത നവകേരളമായി ഡിസൈൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ ഭാഗമായിട്ടുള്ള ഹരിത താമസരാജ്യങ്ങളും. അതുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള മാലിന്യങ്ങൾ ആവശ്യമായ വിധത്തിൽ വേർതിരിക്കാൻ, അങ്ങനെ വേർതിരിച്ച് പല വിധത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുത്തയച്ച് മാലിന്യമുക്തമായിട്ടുള്ള നവകേരളത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അനിവാര്യമായ വിധത്തിലാണ് ഇവിടെ MCFന്റെ നിർമ്മാണം കൂടി നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരിസര ശുചിത്വത്തിന്റെയും മാലിന്യമുക്ത കോർപ്പറേഷന്റെയും പ്രവർത്തനത്തിൽ ലോകമംഗീകരിക്കുന്ന നിരവധി നേട്ടങ്ങൾ, മിന്നുന്ന വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ മഴ നല്ല പോലെ ഉണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ. 24-ാം തീയതി വരെ ജാഗ്രത പുലർത്തണം. ഇടിയും മിന്നലും കരുതലോടെ കാണണം. വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നല്ല മഴയുണ്ടാകും. ഒരുമിച്ച് സംസ്ഥാനമാകെ മഴ പെയ്യുന്ന സാഹചര്യം ഇല്ല. PM ശ്രീ പദ്ധതി വിഷയത്തിൽ സർക്കാരിന് നേരത്തെയുള്ള അഭിപ്രായമാണ് ഇപ്പോഴുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു.
കേന്ദ്രം കേരളത്തെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് എല്ലാ കാലത്തും തുടരുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട്, അട്ടപ്പള്ളം എന്ന ഭാഗത്ത് വനമേഖലയിൽ ഒരു ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ആൾതാമസം അധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് താലൂക്കിലെ മടവൂർ വില്ലേജിൽ പുല്ലാളൂരിൽ ഇടിമിന്നലേറ്റൊരു സ്ത്രീ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് മഴയേക്കാൾ വളരെ കടുപ്പത്തിലുള്ള ഇടിയും മിന്നലുമാണ്. ഇടിയും മിന്നലും വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ സായാഹ്നങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കൽ. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നൊരു സ്ത്രീയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇടിമിന്നലിന് വേറെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും പരമാവധി ഇടിമിന്നലുള്ള സ്ഥലത്ത് പുറത്തിറങ്ങാത്ത വിധം സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. 2 ന്യൂനമർദ്ദ പാത്തികൾ, സൈക്ലോൺ സർക്കുലേഷൻ 2 ന്യൂനമർദ്ദ പാത്തികൾ ഇപ്പോൾ രൂപപ്പെട്ടതായി കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുൻ ദേവസ്വം കമ്മീഷണറെയും ദേവസ്വം പ്രസിഡന്റിന്റെയും സർക്കാർ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതിനപ്പുറമൊന്നും സംഭവിക്കില്ല. M. പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. N. വാസു ഒത്താശ ചെയ്തു. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അറിയാം. CPM-ന്റെ ഉന്നത നേതാക്കൾ അറിയാതെ നടക്കില്ല. സംഘടനാ രീതി CPM-ന്റെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് പുല്ലുവിലയാണ് ദേവസ്വം ബോർഡ് കൽപ്പിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി സ്ഥാപിച്ചത് ഇതിന്റെ തെളിവാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് സർക്കാരിന് ധാരണയില്ല. ടിപ്പു സുൽത്താൻ പരസ്യമായാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത്. പിണറായി വിജയൻ തന്റെ അനുയായികളെ വെച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. വിശ്വാസികളുടെ വികാരം മാനിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇന്ത്യ മുന്നണി നേതാവായ VD സതീശൻ പോലും കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വോട്ട് ബാങ്കിനു വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദികളാണ് ഇതിന് പിന്നിൽ. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ തീവ്ര നിലപാട് സ്വീകരിക്കുന്നു. ഹൈബി ഈഡന്റെ നിലപാടും ലജ്ജാകരമാണ്. പോപ്പുലർ ഫ്രണ്ടിന് മുൻപിൽ ദയനീയമായി മുട്ടുമടക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. നിയുക്ത ശബരിമല മേൽശാന്തിക്ക് ആശംസകളുമായി DCC. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട വാസുപുരം ആറേശ്വരം ശാസ്താക്ഷേത്രം മേൽശാന്തി ED പ്രസാദിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ക്ഷേത്രത്തിലെത്തി ഷാളണിയിച്ചു. നാടിന്റെ സാഹോദര്യത്തിനും മതമൈത്രി മുതൽക്കൂട്ടായി മാറട്ടെ എന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നേതാക്കളായ രാജേന്ദ്രൻ രംഗത്ത്, രഞ്ജിത്ത് കൈപ്പള്ളി, സുധൻ കാരയിൽ, ജോൺ വട്ടക്കാവിൽ, ഷാജു പൂക്കാടൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ, ചന്ദ്രാനന്ദൻ KS എന്നിവരും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ട ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായികമേള മഴവിൽ വർണ്ണങ്ങൾ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ട വിഭാഗമല്ല ഭിന്നശേഷിക്കാരെന്നും അവരുടെ വിവിധങ്ങളായ കലാകായിക കഴിവുകൾ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽ റാം, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, ജിനിത സുഭാഷ്, ICDS സൂപ്പർവൈസർ ഫാത്തിമ കരീം, ബഡ് സ്കൂൾ അധ്യാപിക റാണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാകായിക മത്സരങ്ങളും ഡ്രമ്മർ ശിവദേവിസിന്റെ ഡ്രംസ് അവതരണവും ഉണ്ടായിരുന്നു. മത്സര വിജയികൾക്ക് റവന്യൂ മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന് നമ്മുടെ കലാമേള നടക്കുന്ന ഈ സമയം. നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ എക്സ്ട്രാ ടാലൻറ്റഡ് ആയ കുട്ടികളാണ്. അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനൊരു അവസരം, അവരുടെ രക്ഷിതാക്കളുടെ മാനസികമായ ഉല്ലാസം, അതിനൊക്കെ കരുതിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാമേളകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കലാമേള നടക്കുന്ന വിദ്യാലയത്തിൽ ഒല്ലുക്കര BRCയുടെ കീഴിലുള്ള ഓട്ടിസം സെൻ്ററുണ്ട്. നമ്മുടെ അതിനപ്പുറത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെയും സഹകരണത്തോടുകൂടി നമ്മൾ ബഡ്സ് സ്കൂൾ സ്പർശം BRC സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പരിചരണം ഉറപ്പാക്കുന്നതിന് അവർക്ക് ആവശ്യമായ മികച്ച പരിശീലനങ്ങൾ നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്.
നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഇപ്പോൾ പറയുന്നത് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വർഷം മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ കരുതൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവരോട് പറയാനുള്ള ആശയവും അത്ര തന്നെയാണ്. കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് അവരോട് പകരാനായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ, നമ്മുടെ സ്പർശം BRCയുടെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം, നമ്മുടെ മക്കൾ അവിടെ വരുമ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പുറത്തെല്ലാവരോടും ഇടപഴകാനും നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ പലതരത്തിലുള്ള കഴിവുകൾ പുറത്തെടുക്കുന്നതിനും അവർക്ക് അവരുടേതായ അഭിരുചികൾ, തീർത്ഥയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർ ഏത് അഭിരുചിയാണോ അവരുടെ ഉള്ളിലുള്ളത് അത് കണ്ടെത്തുന്നതിനും അത് വികസിപ്പിക്കുന്നതിനും വേണ്ട മികച്ച പരിശീലനം, അത് ഒന്നും വേദിയിൽ പറയാതെ വയ്യ, അതിന് തക്ക ഡെഡിക്കേഷനുള്ള നല്ല അധ്യാപകരാണ് നമുക്ക് നമ്മുടെ ഓട്ടിസം സെന്ററിലായാലും നമ്മുടെ സ്പർശം BRCയിലായാലും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ നെട്ടിശ്ശേരി ഡിവിഷനിൽ ഗ്രീൻ പാർക്ക് റോഡിൽ ടൈൽസ് വിരിച്ചതിന്റെ സമർപ്പണവും അലയൻസ് സ്ട്രീറ്റിൽ BMBC ചെയ്യുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. ഗ്രീൻ പാർക്ക് റോഡിൽ 1.65 കോടി രൂപയും അലയൻസ് സ്ട്രീറ്റ് BMBC ചെയ്യുന്നതിന് 40 ലക്ഷം രൂപയും ചിലവ് പ്രതീക്ഷിക്കുന്നു. കൌൺസിലർ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ എന്നിവർ സംസാരിച്ചു. പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളതാണ്. നമുക്കറിയാം, പണ്ട് ഈ റോഡിന്റെ കിടപ്പുണ്ടായിരുന്നു. അത് ഇന്ന് അതൊരു തരത്തിൽ ദിവസം എന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും വന്ന് ബുദ്ധിമുട്ടിപ്പിച്ച് നമ്മളത് പൂർത്തീകരിച്ചു കൊടുത്തു. അതിലൊരു രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അത് എത്ര പൈസയാണ് സാധിക്കുക? ഇപ്പൊ എനിക്കത് സാധിക്കും. അതുകൊണ്ടാണ് 1,65 ലക്ഷം രൂപ മുടക്കി ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത്. കാരണം അത്രയും മോശമായി കിടന്നിരുന്ന റോഡായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ലീവേഴ്സ് ഹൈസ്കൂളിലെ ബാക്ക് സൈഡിൽ അലയൻസ് സ്ട്രീറ്റ് അത് BMBC ആക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞില്ല. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കുടിവെള്ളം ഇവിടെ നിന്ന് ഒഴുകി പോകുന്നില്ല എന്നതിന്റെ ഭാഗമായി 13 കോടി രൂപ മുടക്കിയിട്ടാണ് കുടിക്കോട് നിന്ന് ഈ പറയുന്ന മാനക്കത്തറ റോഡ് വരെ നമ്മൾ സൈഡ് കെട്ടി അതിനെ അളന്ന് മെച്ചപ്പെടുത്തി സൈഡ് കെട്ടാൻ നമ്മൾ ഉപയോഗിച്ചു. നാട്ടിലെ മനോഹരമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം, വളരെ മനോഹരമായിട്ടുള്ള വെളിച്ചങ്ങളുടെ വിധാനം, അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ വിതരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധയോടെ തയ്യാറാക്കി വികസനത്തിന്റെ മുൻഗണനാ ക്രമം ഏതു വേണം എന്നാലോചിച്ച് വികസനത്തിന്റെ മുൻഗണനാ ഘടകങ്ങളിൽ പെടുന്ന ഇനങ്ങൾ ഏതെല്ലാം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ഭരണ സംവിധാനം ഉണ്ട്. ഞാൻ കോർപ്പറേഷന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞതാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ വികസനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ യോഗം പരിഗണിച്ചതുപോലെ അതിദരിദ്രമില്ലാത്തൊരു കേരളവും വേണം എന്ന അവസരത്താണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വേറെ നമ്മൾ ഈ നവംബർ 1 ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രഖ്യാപനത്തിന് വേണ്ടി കേരളത്തിന്റെ നിയമസഭ തന്നെ ചെയ്തു. ഞങ്ങൾ 140 MLA-മാർ ചേർന്നിരുന്ന് നവകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരമായി നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന, നമ്മൾ ഭരണകർത്താക്കളായിരുന്ന ഈ കാലത്ത് നാം ഭരണം നടത്തിയിരുന്ന ഒരു നാടിനെ എല്ലാ വിധത്തിലുള്ള വികസനത്തിന്റെ പെരുമഴയിലേക്കും കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരയിൽ നിന്ന് താഴത്തോട്ട് പോയി സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അതിദരിദ്രരായ മനുഷ്യർ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസമുള്ള ധാരാളം മനുഷ്യരെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്, ഇനിയും കാണും. അത് ഓരോ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവുകയാണ്. എന്നാൽ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട് വീടില്ലാതെ, ഭൂമിയില്ലാതെ, ഏതെങ്കിലും വിധത്തിലുള്ള ജീവനോപാധികളില്ലാതെ, ജീവിക്കാൻ ക്ഷേമ പെൻഷൻ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അത് മാത്രമായി പല വിധത്തിലുള്ള രോഗപീഠകളാൽ മൂർച്ഛിച്ച്
ലോക വിദ്യാർത്ഥി ദിനത്തിൽ മേജർ PJ സ്റ്റൈജുവിന് ആദരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ അബ്ദുൽ കലാം അനുസ്മരണ സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജുവിനെ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ ഉപഹാരം നൽകി ആദരിച്ചു. യൂണിറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ അധ്യക്ഷനായിരുന്നു. കോളേജിലെ വിവിധ പഠനശാഖകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്വിസ് മത്സരമുണ്ടായിരുന്നു. മേജർ PJ സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി ദിനത്തിൽ ശരീരത്തിന് ആരോഗ്യവും വീടുകൾക്ക് സംരക്ഷണവും ഒരുക്കി മുക്കാട്ടുകരയിലെ കർഷകർ. നെട്ടിശ്ശേരി മിനി നഗറിൽ നിന്നും അമ്പലത്തിന് പിൻവശത്തു നിന്നും മുക്കാട്ടുകര ഡിവൈൻ നഗറിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിന് തടസ്സം കൂടാതെ ചിരടം ചിറ വഴി കടന്നുപോകാൻ പാതയൊരുക്കി കർഷകർ. പാതി വഴിയിൽ നിൽക്കുന്ന ചിറയുടെ പണികളും കനാലിന്റെ പണികളും പൂർത്തീകരിക്കാൻ വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഭരണകൂടം അനങ്ങാപ്പാറയെ നിൽക്കുന്നതുകൊണ്ടാണ് കർഷകർ നേരിട്ട് പാതയൊരുക്കാൻ ഇറങ്ങിയത്. കാലം തെറ്റി വരുന്ന മഴ കാരണം കർഷകർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചു. സമീപ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു. ഇതിനൊക്കെയുള്ള ശാശ്വത നടപടിയാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശം വീശിയ ദീപാവലി ദിനത്തിൽ കർഷകരുടെ കഠിന പ്രയത്നം മൂലം നേടിയത്. P. നന്ദകുമാർ, വിപിൻ വലിയവളപ്പിൽ, K. മോഹൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 4-5 വർഷമായിട്ട് ഈ നെട്ടിശ്ശേരി കായൽപ്പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലതവണ കൗൺസിലറോട് പറഞ്ഞിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൊല്ലം ഇവിടെ 10 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷി ഓരോ തവണയും എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഈ ന്യൂനമർദ്ദവും മറ്റു മഴ വന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാണ്ട് ഞാറ് മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ ചീഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. പല കണ്ടങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു കാരണത്താൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ ചിരടം പാലത്തിൻ്റെ അവിടുത്തെ ബ്ലോക്ക് തീർക്കാൻ പറഞ്ഞിട്ട് അതിന് ചാലിൻ്റെ അടിയിൽ കൂടിയിട്ടൊരു ഇന്നർ ചാലുണ്ട്. ആ ചാലിന് മറ്റേ സ്ലാബ് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പോലും 5 വർഷമായിട്ട് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇത്തവണ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലവർഷം മറ്റേ കാലം തെറ്റിയിട്ടുള്ള ഈ തുലാവർഷത്തിൽ പെയ്ത മഴയിൽ ഞങ്ങളുടെ 2 ഏക്കറ 3 ഏക്കറ കൃഷി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങൾ കൂലിക്ക് ആളെ വിളിച്ചിട്ട് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ചാല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആ ചാലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും കോർപ്പറേഷൻ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കർഷകർ കൃഷി ചെയ്യണമെന്ന് ഗവൺമെൻറ് പറയാന്നുള്ള അല്ലാണ്ട് കർഷകർക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഒരു നിലയ്ക്കും തരാതെ പരമാവധി ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് കൗൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇത് എത്ര അവസാനം പറഞ്ഞ് ഞങ്ങൾക്ക് നാണക്കേടായി തുടങ്ങി. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ തന്നെ സ്വയം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ചാല് വൃത്തിയാക്കാൻ. ഇനി കാണാം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടത്തിയ സുംബ ഡാൻസ്. ഇടവേള.
Gold and Diamonds, Kalathod, Trishur. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT NDPS നിയമപ്രകാരം ഒരു പ്രതിയെ കൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കുന്നു. കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കുന്നത്. കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലാണ് തൃശൂർ റൂറൽ പോലീസ് മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്തത്. മാള ബാറിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി സിറാജ് റിമാൻഡിൽ. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, റഷീദ്, ASI നജീബ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ, ഫഹദ്, വിബീഷ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാർ ഓടിക്കാൻ കൊടുക്കാത്തതിനുള്ള വിരോധത്തിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കാതിയാളം ദേശത്ത് ചെറുവീട്ടിൽ വീട്ടിൽ ഷിനാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, മനു P ചെറിയാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനോജ്, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ റൂറൽ പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിലൂടെ 2025-26 അധ്യയന വർഷത്തെ പുതിയ ബാച്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നിർവഹിച്ചു. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സിനോജ് TS അധ്യക്ഷത വഹിച്ചു. വിവിധ കാരണങ്ങളാൽ പഠിപ്പ് നിർത്തിയതും SSLC+2 പരീക്ഷകളിൽ പരാജയപ്പെട്ടവരുമായ കുട്ടികളെ
വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനാണ് ഹോപ്പ് പദ്ധതി ലക്ഷ്യമിടുന്നത്. SPC പദ്ധതി മാസ്റ്റർ ട്രെയിനർ ഷറഫുദ്ദീൻ PM കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 150ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്ര പഞ്ചായത്ത് വികസന സദസ്സ് പൊങ്ങണംകാട് സെന്റ് മേരീസ് ഗോൾഡൻ ജൂബിലി ഹാളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനാണെന്ന് BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ. ദീപാവലി ദിനത്തിൽ മഴവെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകാൻ മുക്കാട്ടുകരയിലെ കർഷകർ രംഗത്തിറങ്ങി. നെട്ടിശ്ശേരി ഗ്രീൻ പാർക്ക് റോഡിലെ ടൈൽ വിരിച്ചതിന്റെയും അലയൻസ് സ്ട്രീറ്റിൽ BMBC ചെയ്യുന്നതിന്റെയും ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.